പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത IIT മദ്രാസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഓട്ടോമേറ്റഡ് പോർട്ട് നാവിഗേഷൻ സെന്റർ ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്പർശമില്ലാതെ 10 മിനിറ്റിനുള്ളിൽ ഈ വെസലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് ഇറക്കാനും ബർത്തിൽ നിന്ന് ഫീഡർ വെസലുകളിലേക്ക് ഇറക്കി മാറ്റാനും സാധിക്കും എന്നുള്ളതാണ്. നൊടിയിട കൊണ്ട് മനുഷ്യ സ്പർശമില്ലാതെ 13 പ്രധാന തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അവയിലൊന്നും തന്നെ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയ വലിയ മദർഷിപ്പുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളില്ല. എന്നാൽ വിഴിഞ്ഞത്ത് ഈ സൗകര്യമുണ്ട്. കാരണം ഒരു തീരക്കടലിൽ 18 മീറ്ററോളം ആഴമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വലിയ മദർഷിപ്പുകൾക്ക് അടുപ്പിക്കാനാവൂ. 10,000 TEU വെസലുകൾ വഹിക്കുന്ന മദർഷിപ്പുകൾക്ക്. നോക്കൂ, 16.5 മീറ്റർ ആഴമുള്ള വിശാഖപട്ടണം തുറമുഖമാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ആഴമേറിയ തുറമുഖം. പക്ഷേ അതിനും മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയില്ല. കൊളംബോ, സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, സലാല എന്നിവിടങ്ങളിലെ ട്രാൻസ്ഷിപ്പ് കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശ്രയിക്കുന്നത്. വലിയ കപ്പൽ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ തുറമുഖങ്ങളെ ഇനി നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരക്കടലിൽ 24 മീറ്ററോളം സ്വാഭാവിക ആഴമുണ്ട് വിഴിഞ്ഞത്ത്. എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജിംഗ് കൂടാതെ തന്നെ നമുക്ക് ഈ ആഴം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലാഭകരമാക്കി മാറ്റുന്നത്. മാത്രവുമല്ല, അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രം അകലെയാണ് നിലവിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം. ഇത് മറ്റൊരു തുറമുഖത്തിനും ലഭ്യമല്ലാത്ത സ്വാഭാവികമായ പ്രകൃതിദത്തമായിട്ടുള്ള ഘടകങ്ങളാണ്. ലൈസൻസിംഗ് വ്യവസ്ഥയിൽ 40 വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പിന് ഈ തുറമുഖം നടത്താനുള്ള അധികാരം. 2ാം ഘട്ടം പ്രവർത്തനം നിശ്ചിതമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നടത്തുകയാണെങ്കിൽ 20 വർഷത്തേക്ക് നടത്തിപ്പധികാരം നീട്ടി നൽകാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഘട്ടവും നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ 60 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം പോർട്ടിന്റെ നടത്തിപ്പധികാരം കിട്ടും. അപ്പോൾ കേരളത്തിന് എന്ത് ലാഭം? നടത്തിപ്പിന്റെ 15ാം വർഷം മുതൽ, അതായത് 2024 നമ്മൾ തുടങ്ങിയാൽ 2039 മുതൽ വരുമാന വിഹിതത്തിൽ നിന്ന് 1% സംസ്ഥാന സർക്കാരിന് കിട്ടും. അത്രയേ ഉള്ളൂ എന്നായിരിക്കും? അല്ല, 1% തുടങ്ങി ഓരോ വർഷവും ഓരോ ശതമാനം വീതം വർദ്ധിച്ച് പരമാവധി 40% വരെയാകും 40 വർഷം കഴിയുമ്പോൾ. 60 വർഷം കഴിയുന്നതോടുകൂടി പൂർണ്ണമായും നടത്തിപ്പവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകൾ ഡോക്ടർ അരുൺകുമാർ വിശദീകരിച്ചു കഴിഞ്ഞു. ആ വിഴിഞ്ഞം തുറമുഖത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതെ, കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ പക്ഷേ വികസന നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല, പകരം അണിയറയിൽ നടന്ന ഒരു വൻ ഓഹരി കൈമാറ്റമാണ് വിഴിഞ്ഞത്തെ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ പുതിയ വേദിയാക്കി മാറ്റുന്നത്. ലോക ഷിപ്പിംഗ് കമ്പനിയായ MSCയും അദാനി ഗ്രൂപ്പും തമ്മിൽ നടന്ന ആ വമ്പൻ ഡീൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇതൊരു വിവാദമായി മാറിയത്? അതാണ് ഇന്നത്തെ പരിശോധനയുടെ കേന്ദ്രബിന്ദു. എന്നാൽ ആ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വിഴിഞ്ഞത്തിന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയും ഈ 2 കമ്പനികളുടെ ശക്തിയും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 18 മാസത്തെ കണക്ക് നോക്കിയാൽ വിഴിഞ്ഞം തെളിയിച്ചത് വെറും ഒരു വളർച്ചയല്ല കേട്ടോ, ലോകത്തെ ഞെട്ടിച്ച കുതിപ്പാണ്. നിരവധി നാഴികക്കല്ലുകളാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വിഴിഞ്ഞം പിന്നിട്ടത്. നമുക്ക് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. കണ്ണഞ്ചിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. പ്രവർത്തനം തുടങ്ങി ഇതുവരെ വിഴിഞ്ഞത്ത് അടുത്തു കഴിഞ്ഞത് 950-ലധികം കപ്പലുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആഗോള ചരക്ക് നീക്കത്തിലെ ഭീമന്മാരായ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ മാത്രം 67 എണ്ണമാണ് വിഴിഞ്ഞെത്തിയെത്തിയത്. ULCV അഥവാ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ, അത് 67 എണ്ണമാണ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരി വിട്ടത്. ഇതുവരെ കൈകാര്യം ചെയ്തത് 20 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറുകളാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ചരക്ക് നീക്കത്തിന്റെ അളവ് അളക്കുന്ന മാനദണ്ഡമാണ് ഈ TEU. വിഴിഞ്ഞത്തിന്റെ ലക്ഷ്യം ഇവിടെയൊന്നും തീരുന്നില്ല. അടുത്ത ഘട്ടത്തിൽ പ്രതിവർഷം 57 ലക്ഷം TEU കൈകാര്യം ചെയ്യാനാണ് ഈ തുറമുഖം ഒരുങ്ങുന്നത്. അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകും. 950-ലധികം വെസലുകൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞത്തെത്തിക്കഴിഞ്ഞു.
പ്രേക്ഷകർ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, വിഴിഞ്ഞം തുറമുഖം ഒരു കേരള സർക്കാർ പദ്ധതിയാണ്. പക്ഷേ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ അഥവാ PPP മോഡലിലാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്റർമാരായ അദാനി പോർട്സിന് നൽകിയിരിക്കുന്നത്. കരാർ പ്രകാരം എന്തൊക്കെ അദാനി ചുമതലകൾ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് തുറമുഖത്തിന്റെ നിർമ്മാണം, അതിന്റെ ദൈനംദിന നടത്തിപ്പ്, ഭാവി വികസനം, ഇവയെല്ലാം അദാനിക്കാണ്. കരാർ പ്രകാരം അദാനി പോർട്സിന്റെ ഉത്തരവാദിത്തമാണ്. നിർമ്മാണം, നടത്തിപ്പ്, വികസനം, അതായത് തുറമുഖത്തിന്റെ തുടർ വികസനം, ഇതും അദാനിയുടെ നടത്തിപ്പാണ്, അദാനിക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലെ പുതിയ കഥാപാത്രത്തിലേക്ക് പോകാം, അഥവാ വിവാദത്തിലേക്ക് വരാം. അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ഓഹരികൾ ആഗോള ഷിപ്പിംഗ് ഭീമനായ MSC ഗ്രൂപ്പിന് കൈമാറാൻ ഒരുങ്ങുന്നുവെന്നതാണ് പുറത്തു വന്ന വിവരങ്ങൾ. ആരാണ് ഈ MSC ഗ്രൂപ്പ്? നമ്മൾ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞ കമ്പനിയാണ് MSC ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതിന്റെ ചുരുക്കെഴുത്താണ് MSC എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തെ 1-ാം നമ്പർ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് MSC. 900-ലേറെ ഭീമൻ കപ്പലുകളുണ്ട്, 155 രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട്, 500-ലധികം അന്താരാഷ്ട്ര തുറമുഖങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഈ ആഗോള സാമ്രാജ്യമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ പങ്കാളിയാകാൻ പണമിറക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എത്ര കോടിയുടെ ഇടപാടാണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിപ്പിക്കാം. ആ കണക്കുകളും അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആകെ മൂല്യം ഏകദേശം 27,000 കോടി രൂപ അഥവാ $285 കോടി എന്ന് വിലയിരുത്തിയാണ് ഈ കച്ചവടം ഉറപ്പിച്ചത്. ഇതിന്റെ 49% ഓഹരികൾ, അതായത് ഏകദേശം 13,270 കോടി രൂപയ്ക്കാണ് MSC ഓഹരി സ്വന്തമാക്കുന്നത്. അദാനി പോർട്സ് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഔദ്യോഗികമായി അറിയിച്ച വിവരമാണിത്. 49% ഓഹരി, അതായത് 13,270 കോടിയോളം രൂപ. ഇന്ത്യൻ തുറമുഖ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായി തന്നെ നമുക്കിതിനെ കാണാം. ഇത്രയും വലിയൊരു നിക്ഷേപം വരുമ്പോൾ എന്തിനാണ് ഇവിടെ വിവാദമെന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. അവിടെയാണ് നിയമത്തിന്റെ സാധുതകൾ, നിയമത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഓഹരി കൈമാറ്റത്തിന് മുൻപ് സംസ്ഥാന സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിയമ ചർച്ചകളിലെ കാതൽ. മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സർക്കാർ അറിയാതെയാണ്, സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഓഹരി കൈമാറ്റം നടന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. ഫയൽ സർക്കാരിന് മുന്നിലെത്തിയാൽ കർശന തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കൂടി മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം, അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. ഈ ഓഹരി കൈമാറ്റത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പറയുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കിയതും അതാണ്. കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടോ എന്നതിൽ വ്യക്തത വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പത്രവാർത്ത ഉയർത്തുന്ന ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ന് വാർത്ത കണ്ടാൽ ഏകദേശം നടപ്പായി എന്നുള്ള മട്ടിലാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണ്. ആ കപ്പൽ കമ്പനിയുമായി കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇത് കേരളത്തിന്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിന്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. റിപ്പോർട്ടർ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഇത്ര വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്ത് വരുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കേരള സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ വാദം മറ്റൊന്നാണ്. ഇതുവരെ നടന്നതെല്ലാം കരാർ വ്യവസ്ഥകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമുള്ള നടപടികളാണെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക അനുമതിക്കായുള്ള അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുമെന്നും അദാനി ഗ്രൂപ്പ് പറയുകയാണ്. എങ്കിലും ആശങ്കകൾ ശക്തമാണ്. അണിയറയിൽ ചർച്ചകൾ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ പ്രധാനമായും 3 ചോദ്യങ്ങളിലേക്കാകും കേരളം ഉറ്റുനോക്കുന്നത്. ഒന്ന്, കരാർ വ്യവസ്ഥകൾ എന്താണ് പറയുന്നത്? അതിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും? ഈ വിവാദം
വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കരാർ വ്യവസ്ഥ എന്താണ്? അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ അദാനി പറയുന്നത് പോലെ, അദാനി ഗ്രൂപ്പ് പറയുന്നത് പോലെ എല്ലാം കരാർ പ്രകാരമാണ്? മറ്റൊന്ന്, സർക്കാർ തീരുമാനം എന്താണ്? സർക്കാർ അറിയാതെ ഇത്തരത്തിൽ ഓഹരികൾ വിറ്റുവെങ്കിൽ, 26% ഓഹരികൾ വിറ്റുവെങ്കിൽ എന്തായിരിക്കും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ അതോ ഗുണകരമാകുമോ? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതുന്ന വിവാദത്തിന്റെ അടുത്ത അധ്യായം.